ഹായ് ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായ ഒന്ന് ലൈക്ക് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്ത് ഓൾ എന്ന ബട്ടൺ കൂടെ പ്രസ് ചെയ്യണേ. ഞാനിന്ന് എന്താ ഉണ്ടാക്കാൻ പോകുന്നത് നോക്കാം. ഞാൻ കുറച്ച് പച്ചരിയാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. പെപ്പർ ഗാർലിക് റൈസാണ് ഉണ്ടാക്കാൻ പോകുന്നത്. പച്ചരി ആകുമ്പോൾ എല്ലാവരും വീട്ടിലുണ്ടാവുമല്ലോ, അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ റൈസ് തിരഞ്ഞെടുത്തത്. ഞാനിവിടെ ഒരു തേങ്ങ ചിരവി വെച്ചിട്ടുണ്ട്. ഇതൊന്ന് പാലെടുക്കണം. മിക്സിയിലിട്ട് കൊടുക്കാം. ഇതിലോട്ട് കുറച്ച് ചുടുവെള്ളം ഒഴിച്ച് കൊടുക്കാം. ചുടുവെള്ളമാണെങ്കിൽ നല്ല പാൽ കിട്ടുമല്ലോ. അരി ഒന്ന് നന്നായിട്ട് വൃത്തിയായി കഴുകിയിട്ട് ഒന്ന് കുതിരാൻ വെള്ളത്തിൽ വയ്ക്കാം. ഞാൻ അരി എടുത്തിട്ടുള്ളത് 2 കപ്പാണ് അരി എടുത്തിട്ടുള്ളത്, 250 ml. അപ്പോൾ അത് കുതിരാൻ വെച്ചിട്ടുണ്ട്. ഒരു ചട്ടി ചൂടാവാൻ വെച്ചിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ആ തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കാം. 3 കപ്പ് തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കാം. ഇതിൽ പാകത്തിന് ഉപ്പിട്ട് കൊടുക്കണം. അതിലോട്ട് ഒരു പട്ട, ഏലക്ക, ഒരു ചെറിയൊരു പീസ് ഗ്രാമ്പൂ ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1 സ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കാം. തേങ്ങാപ്പാലൊന്ന് ഇതൊന്നും കൊട്ടിക്കൊടുക്കാം. അതിൽ വേണ്ട. ഇപ്പോൾ ചോറ് ഏകദേശം ആയിട്ടുണ്ട്. ഇനി ഒന്നുകൂടിയും വേവാനുണ്ട്. വെള്ളമൊക്കെ ഏകദേശം വറ്റി. ഞാനൊരു 10 മിനിറ്റ് പോലും വെള്ളം കുതിരാൻ അരിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നില്ല. ഒരു ചട്ടി ചൂടാവാൻ വെച്ചു. അതിലോട്ടൊരു 2 സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. 1 സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഏലക്കായ, പട്ട, ഗ്രാമ്പൂ, തക്കോലം, ജാതിപത്രി, ഒരു 1/2 സ്പൂൺ പെരിഞ്ജീരകം ഇട്ട് കൊടുക്കാം. അതിലോട്ട് ഒരു 2 സവാള കട്ട് ചെയ്തിട്ട് കൊടുക്കാം. അതിലോട്ട് വെളുത്തുള്ളി കുറേ ഒരു കുടം തൊലിച്ച് അതൊന്ന് തൊലിച്ചത്, പിന്നെ ഇഞ്ചി ചെറുതായി കട്ട് ചെയ്തത്. ഇതിലോട്ട് ഇനി ചെറിയ ഉള്ളി, കുറച്ച് ഒരു 10ഓളം ചെറിയ ഉള്ളി തൊലിച്ചിട്ട് കട്ട് ചെയ്ത് വെച്ചാണ് അതിട്ട് കൊടുക്കാം. 5 ചെറിയ പച്ചമുളക്. ഇതൊക്കെ ഏകദേശം ഇങ്ങനെ ആയിട്ടുണ്ട്. നന്നായിട്ടൊന്ന് വഴണ്ട് വരണം. ഇനി ഇതിലോട്ട് തക്കാളി കട്ട് ചെയ്തിട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് മുളക് പൊടി, മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. 1/2 സ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇതിലോട്ട് മല്ലിയില, പുതിനയില ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഇതെല്ലാം ഉപ്പൊക്കെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. മുളകൊക്കെ കറക്റ്റാണ്. വെള്ളമൊക്കെ ഒന്ന് ലേശം ഒഴിച്ചു കൊടുത്തപ്പോൾ ഉള്ളിയൊക്കെ നല്ല സോഫ്റ്റായിട്ട് വെന്തിട്ട് വന്നിട്ടുണ്ട്. ഇത് കണ്ടോ, ഇപ്പോൾ റൈസൊക്കെ നന്നായിട്ട് ഒട്ടിപ്പിടിക്കാതെ നന്നായി കറക്റ്റ് വേവിൽ കറക്റ്റായി കിട്ടിയിട്ടുണ്ട്. അത് വെറുതെ അങ്ങനെ കഴിക്കാനും ഭയങ്കര ടേസ്റ്റാണ്. ഇത് കണ്ടോ, ഒന്നും ഒട്ടിയിട്ടേ ഇല്ല. മിക്സ് ഇതിൽ കൊട്ടിയിട്ടുണ്ട്. ഇത് നന്നായിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യണം. ഇങ്ങനെ കഴിക്കാനായിട്ട് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ ചോറ്. ശരിക്കും ഉണ്ടാക്കി ഒന്ന് കഴിച്ചു നോക്കണം ഒരു തവണയെങ്കിലും. വെറും വീട്ടിലുള്ള ചേരുവകൾ കൊണ്ട് മാത്രം ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി റൈസാണ്. ബിരിയാണിയൊക്കെ മാറി നിൽക്കും കേട്ടോ. അത്രയ്ക്ക് ഭയങ്കര ടേസ്റ്റാണ് കഴിക്കാൻ.